ഇന്ന് നമുക്ക് ചെമ്മീൻ കൊണ്ടുള്ള നല്ലൊരു അടിപൊളി വിഭവം തയ്യാറാക്കാം. അതിനു വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 500 ഗ്രാം ചെമ്മീനാണ്. ചെമ്മീൻ നന്നായി കഴുകി വൃത്തിയാക്കി അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 മുട്ട എന്നിവ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂണ് കൊണ്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മസാല ചെമ്മീനിൽ പിടിക്കുന്നവരെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. പിന്നീട് 1 ടീസ്പൂൺ മൈദയും 1/2 ടീസ്പൂൺ കോൺഫ്ലവറും ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യും. 20 മിനിറ്റിന് ശേഷം ഇതിലെ ഓരോ ചെമ്മീനെടുത്ത് ഒരു സ്റ്റിക്കിൽ ഇതേ രീതിയിൽ കോർത്ത് വെക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായതിന് ശേഷം ഇതിലെ ഓരോ ചെമ്മീൻ സ്റ്റിക്കും എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അങ്ങനെ ഒരു ബ്രൗൺ കളറായതിനു ശേഷം നമുക്കിത് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ കംപ്ലീറ്റ് ചെമ്മീൻ സ്റ്റിക്കും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റെഡ് ചില്ലി പേസ്റ്റ് തയ്യാറാക്കാം. അതിന് വേണ്ടി ഞാനിവിടെ 12 ഉണക്കമുളകാണ് എടുത്തിട്ടുള്ളത്. അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഒന്ന് ചൂടാറിയതിന് ശേഷം ഈ മുളക് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല പേസ്റ്റായി അരച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ റെഡ് ചില്ലി പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്ത പാനിൽ തന്നെയാണ് ഇത് മസാല തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി പാനിൽ 2 ടീസ്പൂൺ ചെമ്മീൻ ഫ്രൈ ചെയ്ത എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും 1 ടീസ്പൂൺ ഇഞ്ചി കുത്തി അരിഞ്ഞതും ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നീട് റെഡ് ചില്ലി പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ കസൂരി മേത്തി ഇതിലേക്കിട്ട് വീണ്ടും ഇളക്കിയെടുക്കാം. അത് ഓപ്ഷണലാണ്. ഒരു തക്കാളി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റായി അരച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് 5 മിനിറ്റ് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് ലോ ഫ്ലെയിമിലാണ് നന്നായിട്ട് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാം. മുളക് പൊടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. പിന്നീട് 1/2 ടീസ്പൂൺ സോയാ സോസും 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ പെപ്പർ പൗഡറും 1 ടീസ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് വാട്ടർ കൂടി വീണ്ടും ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പ് നോക്കിയതിന് ശേഷം ആഡ് ചെയ്താൽ മതി. സോയാ സോസ് ആഡ് ചെയ്യുമ്പോൾ സോയാ സോസിൽ ഉപ്പുള്ളത് കൊണ്ട് തന്നെ നമ്മൾ നോക്കിയതിന് ശേഷം ആഡ് ചെയ്താൽ മതി. പിന്നീട് ഒരു ലിഡ് കൊണ്ട് അടച്ച് 5 മിനിറ്റ് നമുക്കത് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലാണ് വേവിച്ചെടുക്കുന്നത്. നന്നായി വെന്ത് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചെമ്മീൻ സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം. ചെമ്മീൻ സ്റ്റിക്ക് ഓരോന്നായി വെച്ച് കൊടുത്തതിന് ശേഷം ഈ ചെമ്മീൻ സ്റ്റിക്കിൻ്റെ മുകളിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ ചെമ്മീൻ സ്റ്റിക്കും ഇട്ടതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിയില വിതറി കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. 2 മിനിറ്റിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ കൊണ്ടുള്ള അടിപൊളി വിഭവം തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ വിഭവമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാം.